ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇത് മലയാറ്റൂർ അടിവാരത്താണ്. ഇന്നത്തെ വീഡിയോ മല കയറുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിന്നാണ് നമ്മൾ മല കയറാൻ തുടങ്ങുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ കപ്പോളയിൽ മെഴുകുതിരി കത്തിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് നടന്നു കയറുന്നത്. ഇവിടെ നോക്കുമ്പോൾ പുഴ കാണാൻ നല്ല ഭംഗിയാണ്. എന്താ ഒരു രസം. പയ്യെ മല കയറി തുടങ്ങുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞാൻ പോകുന്ന സമയത്ത്. നല്ല കുത്തനെ കയറ്റമാണ്. ഒന്നാം സ്ഥലത്ത് അങ്ങനെ എത്തി. ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് രണ്ടാം സ്ഥലം എത്തി. ഇങ്ങനെ 14 സ്ഥലം കഴിഞ്ഞാലാണ് പള്ളി എത്തുന്നത്. മുകളിൽ കുരിശുമുടിയിലെത്തി. എല്ലാ വിശ്വാസികളും പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മല കയറ്റമെന്ന പ്രാർത്ഥനയോടെയാണ് മുകളിലേക്ക് കയറുന്നത്. ഓരോ കുരിശിനടിയിലും കൈതൊട്ട് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാണ് മുകളിലേക്ക് കയറുന്നത്. നല്ല ചൂടുണ്ട് ഇവിടെ. എല്ലാവരും പ്രാർത്ഥനയിൽ വഴിപാണ്. പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന പ്രാർത്ഥനയോടെയാണ് മുകളിലേക്ക് കയറി പോകുന്നത്. നമ്മളിപ്പോൾ 14 സ്ഥലത്ത് എത്തിയിരിക്കും. ദുഃഖ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ മല കയറാൻ വരുന്നത്. ഓരോ പള്ളിയിൽ നിന്ന് വരുന്ന കുരിശുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ദുഃഖ വെള്ളിയാഴ്ച ഓരോ ഭക്തർ കൊണ്ടുവരുന്ന കുരിശുകൾ ചുമലിലേറ്റി മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശുകളാണ് ഇതെല്ലാം. മല കയറി നേരെ ചെല്ലി കാണുന്നത് മാർത്തോമ മണ്ഡപമാണിത്. ബുക്ക് സ്റ്റാൾ. മാർത്തോമ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങിയ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. എന്താ ഒരു ഭംഗി കാണാനായിട്ട് നോക്കുമ്പോൾ. ഇവിടെയാണ് ഡിമേളൊക്കെ നിർത്തുന്ന സ്ഥലം. വേണ്ട എന്താ ഒരു വ്യൂ. മലമുകളിൽ നിന്ന് താഴത്തെ അടിവാരത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എല്ലാം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല. ഇതാണ് ആനകുത്തിയ പള്ളി. പണ്ട് ഈ ആന കുത്തി ഈ പള്ളി കുറച്ച് പോയിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ ഒരു കിണറുണ്ട്. അത്ഭുത നീരുറവയാണ് ഇതിന് പറയുന്നത്. ഇത് എല്ലാ രോഗത്തിനും ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ മാറുമെന്നാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് ഒരിക്കലും പറ്റാത്ത നീരുറവയാണത്. ഇവിടുന്ന് ആൾക്കാർ വെള്ളം വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്താ ഒരു ഭംഗി. ഇതാണ് ഇവിടുത്തെ മെയിൻ പള്ളി. അവിടുത്തെ പൊന്നിൻ കുരിശാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെന്ന തോമാശ്ലീഹയുടെ പാദസ്പർശമേറ്റ സ്ഥലം കാണാം. ഇതാണ് തോമാശ്ലീഹയുടെ 2 കാൽപ്പാടുകൾ. ഇത്രയുമാണ് മലമുകളിൽ കാണാനുള്ളത്. ഇതിനുശേഷം ഞാൻ മലമുകളിൽ നിന്ന് അടിവാരത്തേക്ക് ഇറങ്ങുകയാണ്. മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മല എന്ന പ്രാർത്ഥനയോടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. അടിവാരത്ത് ഒരുപാട് കടകൾ ഉണ്ട്. നമുക്ക് എന്തും മേടിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല തിരക്കായി വൈകുന്നേരമായപ്പോഴും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മല കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഇതാണ് മണപ്പാട്ട് ചിറ. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. നല്ല കാറ്റ് കാണാൻ ഇപ്പോഴും ഇവിടെ നല്ല രസമാണ്. സായാഹ്നങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. അതിവിശാലമായ മണപ്പാട്ടിച്ചിറ കാണാൻ എന്ത് ഭംഗിയാണ്. ഇതോടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.